നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ആഫ്രിക്കൻ വിഭവമായ സാമ്പും ബീൻസും കൂടെ കുഴച്ച് ഒരു പെരളൻ പോലെ വെച്ചതാണ്. ഇതൊരു കറിയായിട്ടല്ല, ഇതൊരു മെയിൻ മീലായിട്ടാണ് ഇവിടെ കഴിക്കുന്നത്. ടിപ്പിക്കൽ ആഫ്രിക്കൻ ഡിഷ്. ഇവിടുത്തുകാരെ ഇതിൽ സ്പൈസസ് വളരെ ലൈറ്റായിട്ടേ എടുത്തുള്ളൂ. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 1/2 കപ്പ് സാമ്പ്, 1/2 കപ്പ് ബീൻസ്. സാമ്പെന്ന് പറഞ്ഞാൽ ചോളം ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ചോളവും ഈ ബീൻസും ഒരു 8 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. വേകാനായിട്ട് 3 കപ്പ് വെള്ളവും ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒരു പ്രഷർ കുക്കറിൽ വേവിച്ച് എടുക്കാം. അല്ലാതെ വേവിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ എടുക്കും. പ്രഷർ കുക്കറിൽ 35 മിനിറ്റ് വേവിച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും കൂടെ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആഫ്രിക്കക്കാർ പൊതുവെ പുഴുങ്ങിയ സാധനങ്ങളാണ് കഴിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഇറച്ചി ചേർത്തും ചേർക്കാതെയും ഉണ്ടാക്കാം. ഞാൻ വെജിറ്റേറിയൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇതിലേക്ക് ചേർക്കുക. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറച്ചിയോ ബീഫോ ഇതിലേക്ക് ചേർക്കാം. ഇത് വഴന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർക്കുക. വീണ്ടും എല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ടിപ്പിക്കൽ റെസിപ്പിയിൽ വളരെ കുറവ് കറി പൗഡർ മാത്രമേ ചേർക്കത്തുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചക്കറിക്കുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ വഴന്ന് കഴിയുമ്പോഴത്തേക്ക് തീ ഏറ്റവും കുറയ്ക്കുക. ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കറി പൗഡറാണ്. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള എരിവിന് തക്കതായ കറി പൗഡർ ചേർക്കുക. ആ പച്ചമണം കൂടെ ഒന്ന് പോയിട്ട് വരണം. അപ്പം നേരത്തെ തന്നെ പ്രഷർ കുക്കറിൽ വേവിച്ച് ഈ സാമ്പും ബീൻസും കൂടെ വെച്ചിട്ടുണ്ട്. ബീൻസ് എന്ന് പറയുന്നത് ഒരു വൻപയറിൻ്റെ ഒരു വകഭേദമെന്ന് നമുക്ക് പറയാം. ഇനിയും ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പും ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സ്പൈസസ് എല്ലാം ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ടാണ്. കാരണം സ്പൈസസ് പിടിച്ചില്ല എങ്കിൽ ഒരു പുഴുങ്ങിയ കപ്പ പോലെ ഇരിക്കും ഈ ചോളം ഇതുപോലെ എടുക്കുന്നത്. കുറച്ച് എരിവുണ്ടെങ്കിൽ കുറച്ചുകൂടെ രുചി കൂടും. നമുക്ക് പ്രിഫറബിളായിട്ടുള്ളത് രീതിയിൽ കുക്ക് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു തിളച്ചു വരുന്ന പരുവം ആകുമ്പോഴത്തേക്ക് വീണ്ടും അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. പിന്നെ ദഹനത്തിന് എളുപ്പമാകാനായിട്ടാണ് ഞാൻ കായം ഇട്ടിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്. ഇത് എല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ച് എടുക്കുക. സാധാരണ നമ്മൾ എരിശ്ശേരിയൊക്കെ വെക്കുമ്പോഴത്തെ പോലെ ഇരിക്കുമ്പോൾ കുറുകുന്ന ഒരു കറിയാണിത്. ഈ പാകത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കുറുകിയ പരുവത്തിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ വേറൊരു റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടി വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.